الحمد لله الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. ومن أضل ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة وهم عن دعائهم غافلون. وإذا حشر الناس كانوا لهم أعداء وكانوا بعبادتهم كافرين. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് തഖ്വയോടുകൂടെ ജീവിക്കണേ എന്ന് ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്നേഹമുള്ള സഹോദരങ്ങളെ, റബീഉൽ ആഖിർ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. കഴിഞ്ഞ മാസം നാം സംസാരിച്ചതുപോലെ, ചർച്ച ചെയ്തതുപോലെ നമ്മുടെ നാടുകളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം എന്ന പേരിൽ റബീഉൽ അവ്വലിൽ ദിവസങ്ങളോളം നീണ്ടുനിന്ന പല ആഘോഷങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരാത്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പകർന്നു തരാത്ത, അവിടുത്തെ ഏറെ സ്നേഹിച്ച് ജീവിച്ച് മരണപ്പെട്ടു പോയ മഹാന്മാരായ സ്വഹാബാക്കൾക്കൊന്നും പരിചിതമല്ലാത്ത, ഹിജ്റ 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ മതത്തിലേക്ക് കടന്നുകൂടിയ ചില പുത്തനാചാരങ്ങൾ,
അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. റബീഉൽ ആഖിറിലും നമ്മുടെ നാടുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു ആചാരമാണ് ജീലാനി ദിനം എന്നുള്ളത്. മഹാനായ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ ജീലാനി ദിനം എന്ന് കേൾക്കുമ്പോൾ നബിദിനം പോലെ നബി ജനിച്ച ദിവസം അല്ല, അതല്ലെങ്കിൽ ജീലാനി ജനിച്ച ദിവസമല്ല. ഷെയ്ഖ് ജീലാനി മരണപ്പെട്ട ദിവസം, അദ്ദേഹത്തിന്റെ ആണ്ടാണ് അന്ന് ആളുകൾ കൊണ്ടാടുന്നത്. അദ്ദേഹം ഈ ലോകത്ത് ജീവിക്കുകയും വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയൊക്കെ അനുസരിച്ചുകൊണ്ട് ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കുകയും ചെയ്ത മഹാനായ ഒരു പരിഷ്കർത്താവും നവോത്ഥാന നായകനുമൊക്കെയായിരുന്നു അദ്ദേഹം. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഹിജ്റ 470 ഇറാഖിലെ ഗീലാൻ എന്നുള്ള ദേശത്താണ് അദ്ദേഹം ജനിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ ജീലാനി എന്നുള്ള ഒരു നാമം കൂടെ ചേർക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ദഅവത്തിന്റെ കാരണത്താൽ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അമുസ്ലിങ്ങൾക്കിടയിലും മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ നടമാടിക്കൊണ്ടിരുന്ന ബിദ്അത്തുകളും ഖുറാഫാത്തുകൾക്കുമൊക്കെ എതിരെയായിക്കൊണ്ട് അദ്ദേഹം അഹോരാത്രം പ്രയത്നിച്ചിട്ടുണ്ട്. അതിന്റെ കാരണത്താൽ ഒരുപാട് ആളുകൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ബിദ്അത്തുകളും ശിർക്കും ഖുറാഫാത്തും ഒക്കെ ഒഴിവായിക്കൊണ്ട് കൃത്യമായ തൗഹീദ് ഉൾക്കൊണ്ട് ജീവിച്ചിട്ടുണ്ട്. ഇത്തരം കൃത്യമായ പ്രബോധനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഹിജ്റ 561 റബീഉൽ ആഖിർ 11 അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ കൃത്യമായ ജീവിത ചരിത്രമോ അദ്ദേഹത്തിന്റെ കൃത്യമായ ദഅവ പ്രവർത്തനങ്ങളോ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉൾക്കൊണ്ട ആശയങ്ങളോ ഇന്ന് സമൂഹ മധ്യത്തിൽ പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് അത്യന്തം ദുഃഖകരമായ ഒരു ദുരവസ്ഥയാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ പേരിൽ കെട്ടിച്ചമച്ച, കാലങ്ങൾക്ക് ശേഷം കെട്ടിച്ചമച്ച പല മാലകളും മൗലിദുകളും ഒക്കെയാണ്, പാട്ടുകളും ഒക്കെയാണ് അദ്ദേഹത്തിന്റെ പേരിൽ ആളുകൾ ആലപിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ സ്നേഹിക്കുന്നു, അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു, അദ്ദേഹത്തെ ഓർക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ആണ്ട് കഴിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിനോട് തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി, അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചാൽ മതി എന്ന ധാരണ ജനങ്ങളിലേക്ക്, പൊതുസമൂഹത്തിൽ സാധാരണക്കാരനിലേക്ക് പണ്ഡിതന്മാർ വളർത്തിയെടുക്കുകയും അവരെ ആ രൂപത്തിൽ പരിവർത്തിപ്പിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തോട് തന്നെ പ്രാർത്ഥിക്കുന്ന വരികൾ നമുക്ക് കുത്തുബിയത്തിൽ, മാലപ്പാട്ടുകളിൽ, മുഹീദ്ദീൻ മൗലിദിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. പക്ഷേ ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് ഇത്തരം ദഅവാ പ്രവർത്തനങ്ങളിലൂടെ ജീവിച്ച, ദഅവാ പ്രവർത്തനങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചു പോന്ന ഒരുപാട് ആളുകൾക്ക് ദിശാബോധം നൽകിയ, അദ്ദേഹത്തിന്റെ പേര് പോലും ഷെയ്ഖ് മുഹയ്യിദ്ദീൻ എന്നല്ല, അത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ട് ഈ ദീനിനെ ജീവിപ്പിച്ചവൻ എന്ന അർത്ഥത്തിൽ പിന്നീട് നൽകപ്പെട്ട പേരാണ് അദ്ദേഹത്തിന് മുഹയ്യിദ്ദീൻ. ഈ ദീനിന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തും അനുസരിച്ചുകൊണ്ട് തൗഹീദി പ്രബോധനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാലപ്പാട്ടുകളിൽ നിന്നല്ല, അദ്ദേഹത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും മൗലിദുകളിൽ നിന്നല്ല, കുത്തുബിയത്തിൽ നിന്ന്. അദ്ദേഹത്തിന്റെ മരണാനന്തരം രചിക്കപ്പെട്ട 400 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ഈ കായൽപട്ടണത്തുകാരൻ, തമിഴ്നാട്ടിലെ കായൽപട്ടണത്തുള്ള സദഖത്തുല്ലാഹിൽ കാഹിലി എന്ന് പേരുള്ള ഒരു ആള് രചിച്ച ഒരു കുത്തുബിയത്തിലൂടെയല്ല നമ്മൾ അദ്ദേഹത്തെ മനസ്സിലാക്കേണ്ടത്. അതല്ലെങ്കിൽ കോഴിക്കോട്ടുകാരൻ രചിച്ച മുഹയ്യിദ്ദീൻ മാലയിലൂടെയല്ല, ഖാദി മുഹമ്മദ് എന്നു പേരുള്ള ആള് രചിച്ച മുഹയ്യിദ്ദീൻ മാലയിലൂടെ അല്ല അദ്ദേഹത്തെ മനസ്സിലാക്കേണ്ടത്. ഫത്ഹുർ റബ്ബാനി പോലെ, ഫുതൂഹുൽ ഗൈബ് പോലെ, അൽ ഉനിയ പോലെയുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങൾ. എന്താണ് അദ്ദേഹം, മഹാനായ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹ് ആ ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? വളരെ കൃത്യമായിട്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഫത്ഹുർ റബ്ബാനി എന്നുള്ള ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നത്, നിങ്ങൾ മനുഷ്യരെ ഫലാ തശ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയത്തി ഇലാ അഹദ് മിൻ ഖൽഖില്ലാ,
പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും, സങ്കടങ്ങൾ ഉണ്ടാകും. ഇത് തീർക്കാനല്ലേ നിങ്ങൾ അള്ളാഹുവിന്റെ അടിയാറുകളോട്, അള്ളാഹുവിന്റെ സൃഷ്ടികളോട് ദുആ ചെയ്യുന്നത്, അവരോട് ഇസ്തിഗാസ നടത്തുന്നത്, അവരോട് സഹായം തേടുന്നത്, അവരുടെ ഖബറിലേക്ക് നിങ്ങൾ ചെല്ലുന്നത്. എന്നാൽ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചത് ഫലാ തശ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയ, പരീക്ഷണങ്ങളുടെ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിൽ ഫലാ തശ്കുവന്ന, നീ ആവലാതി പറയരുത്, നീ പരാതി ബോധിപ്പിക്കരുത്. ആരോട്? ഇലാ അഹദിൻ മിൻ ഖൽഖില്ല, അല്ലാഹുവിന്റെ ഖൽഖുകളിൽ, സൃഷ്ടികളിൽ ഒരാളോടും നീ ആവലാതി പറയരുത്. നീ ഒരാളോടും ആവലാതി പറയരുത്. വലാ തുദ്ഹിറന്ന ദജറ ലി അഹദിൻ വലാ തത്തഹിമന്ന റബ്ബക ഫീ ബാത്തിനിക വലാ തശുക്കന്ന ഫീ ഹിക്മതിക. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പോവാണ്. നീ അല്ലാഹുവല്ലാത്തവരോട് ദുആ ചെയ്യരുത്, അല്ലാഹുവല്ലാത്തവരിലേക്ക് നിന്റെ തീരുമാനം പോലും പോകരുത്. അങ്ങനെ ഒരാളെ കുറിച്ചിട്ട് അല്ലാഹുവിന്റെ ഹിക്മത്തിൽ, അല്ലാഹു നിനക്ക് വിധിച്ച വിധിയിൽ നീ മോശമായ ചിന്താഗതി നിന്റെ മനസ്സിൽ വെച്ചു പോകരുത്. ഫലാ തദ്ഹബന്ന ബിഹിമ്മതിക ഇലാ അഹദിൻ മിൻ ഖൽഖിഹി ഫീ മുആഫാതിക, നിനക്ക് സൗഖ്യം തരാനുള്ള ഒരു തീരുമാനം അല്ലാഹുവല്ലാത്ത ഒരാളിലേക്കും ചെന്നു പോകരുത്. അങ്ങനത്തെ ഒരു ചിന്ത നിന്റെ മനസ്സിലുണ്ടായാൽ ഫദാക ഇശ്റാകും മിൻക ബിഹി അസ്സ വജല്ല. ശൈഖ് പറയുന്നത് എന്താ? ഫദാക ഇശ്റാകും മിൻക, അത് നിന്നിൽ നിന്ന് വരുന്ന ശിർക്കാണ്. ആ ചോദ്യം, ആ ആവലാതി, ആ പരാതി ബോധിപ്പിക്കൽ, ഇത് നിന്നിൽ നിന്നുണ്ടാകുന്ന ശിർക്കാണ് എന്ന് ശൈഖ് ജീലാനി. തീർന്നില്ല, അദ്ദേഹം പറഞ്ഞു ലാ യംലികു മഅഹു അസ്സ വജല്ല ഫീ മുൽകിഹി അഹദുൻ ശൈഅ, അല്ലാഹുവിന്റെ ആധിപത്യത്തിൽ, അവന്റെ അധികാരത്തിൽ, അവന്റെ ഒരു മഖ്ലൂഖിനും ഒരു തരത്തിലുള്ള കഴിവുമില്ല കൂട്ടരെ. ലാ ദാറുൻ വലാ നാഫിഉൻ വലാ ദാഫിഉൻ വലാ ജാലിബുൻ വലാ മുസ്ലിമുൻ വലാ മുബ്ലി വലാ മുആഫിൻ വലാ മുബ്രിഉൻ ഗൈറുഹു അസ്സ വജല്ല. അല്ലാഹുവല്ലാതെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അതേ രൂപത്തിൽ നിങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ, നിങ്ങളുടെ ഉപദ്രവങ്ങളെ തടയാൻ, നിങ്ങളുടെ വിപത്തുകളെ നീക്കാൻ, നിങ്ങൾക്ക് രോഗം നൽകാൻ, ആ രോഗങ്ങളെ ശമിപ്പിക്കാൻ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫലാ തസ്തഗിൽ ബിൽ ഖൽഖി ലാ ഫിൽ ളാഹിർ വലാ ഫിൽ ബാത്തിൻ, ആന്തരികമായോ ബാഹ്യമായോ അല്ലാഹുവിന്റെ ഒരു മഖ്ലൂഖുമായിട്ട് നിങ്ങൾ ഇടപെട്ടു പോകരുത്. ഫഇന്നഹും ലം യുഗ്നു അൻക മിനല്ലാഹി ശൈഅ, അല്ലാഹുവിൽ നിന്ന് ഒന്നും അവർ അധീനപ്പെടുത്തുന്നില്ല, അവർക്ക് ഒരു തരത്തിലുള്ള ഐശ്വര്യവുമില്ല. ബൽ അൽസിമി الصبر والرضا والموافقه والفناء في فعله عز وجل, നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാവണം, അല്ലാഹു നൽകിയതിൽ നിങ്ങൾ തൃപ്തിപ്പെടാൻ തയ്യാറാവണം. എന്നിട്ട് മനുഷ്യരോടുള്ള അത്തരത്തിലുള്ള സൃഷ്ടികളോടുള്ള എല്ലാ തരത്തിലുള്ള ഇടപാടുകളും നിങ്ങൾ നിർത്തി ഫഇൻ ഹുരിംത ദാലിക, അതിൽ നിന്നൊക്കെ നിങ്ങൾ നിഷിദ്ധമാക്കി, അതിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നിന്നാൽ ദാലിക കുല്ലഹു ഫഅലൈക ബിൽ ഇസ്തിഗാസതി ഇലൈഹി അസ്സ വജല്ല, പിന്നെ നിങ്ങൾ ഇസ്തിഗാസ നടത്തേണ്ടത് ആരോടാണ്? വഅലൈക ബിൽ ഇസ്തിഗാസ, മനുഷ്യരെ നിങ്ങൾ പിന്നീട് ഇസ്തിഗാസ ചെയ്യൽ നിർബന്ധമാണ്. ആരോട്? ഇലൈഹി അസ്സ വജല്ല, അല്ലാഹുവിനോടാകണം. ഇത് പഠിപ്പിച്ച ആളാണ് ആര്? ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹ്. അദ്ദേഹം കൃത്യമായി തൗഹീദ് പ്രചരിപ്പിച്ച, തൗഹീദ് പ്രബോധനം ചെയ്ത മഹാനായ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഫത്ഹുർ റബ്ബാനി എന്നുള്ള ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം വീണ്ടും ചോദിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പ്രചരിക്കുന്ന ഒരു വാദമുണ്ട്, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പിന്നെ നമുക്ക് ആരോടും പറഞ്ഞൂടെ? നമ്മളെ പേര് മുസ്ലിമിന്റെ പേരല്ലേ, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതല്ലേ, എന്നാ പിന്നെ ഞാനിപ്പം മൊയ്തീൻ ശൈഖിനെ വിളിച്ചാൽ പിന്നെ ഞാൻ മുസ്ലിം അല്ലാതായി പോവോ? ഞാൻ ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ മുസ്ലിം അല്ലാതായി പോവോ? എന്നാൽ ശൈഖ് ജീലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലൂടെ രേഖപ്പെടുത്തുന്നത് എന്താണെന്നറിയോ? കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കം ഇലാഹ്, മോനെ കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിനക്ക് എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുന്നത്? അദ്ദേഹത്തിന്റെ ചോദ്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ടല്ലോ, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നിനക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? വഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ ഹൃദയത്തിൽ എത്രയെത്ര ഇലാഹുകളാണ്, ദൈവങ്ങളാണ്, ഇലാഹുകളാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആരാണ് ഇലാഹ്? ഏതെങ്കിലും നമുക്ക് ഇലാഹാവണമെങ്കിൽ അല്ലല്ല എന്ന് പറഞ്ഞ്, അല്ല അല്ലെങ്കിൽ അള്ളാഹു അല്ല ആരാധ്യൻ എന്ന് പറഞ്ഞ് വേറെ ഏതെങ്കിലും വിഗ്രഹത്തിന്റെ അടുത്ത് പോയിട്ട് പൂജിക്കണം. പക്ഷേ ശൈഖ് ജീലാനി പറയുന്നു, കുല്ലു ശൈഇൻ തഅതമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹ് വഹുവ സനമുക, പ്രയാസങ്ങളുടെ ഘട്ടങ്ങളിൽ, പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിൽ കുല്ലു ശൈഇൻ തഅതമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹ്, അല്ലാഹുവിനെ പുറമെ ആരെയാണോ നീ മാനദണ്ഡമാക്കുന്നത്, നീ അവലംബമാക്കുന്നത്, നീ വിശ്വസിക്കുന്നത്,
വഹുവ സ്വനമുക, അത് നിന്റെ മനസ്സിലെ വിഗ്രഹമാണ്. വഹുവ സ്വനം, വസൻ, അത് വിഗ്രഹമാണ് എന്ന് ശൈഖ് ജീലാനി റഹിമഹുല്ലാ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലാ യൻഫഉക തൗഹീദുൽ ലിസാൻ. അദ്ദേഹത്തിന്റെ വർത്തമാനം, ലാ തൻഫഉക തൗഹീദുൽ ലിസാൻ. നിന്റെ നാവ് കൊണ്ട് നീ തൗഹീദ് പറയുന്നുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ടല്ലോ, ഇത് ലാ തൻഫഉക, നിനക്ക് ഇത് ഉപകാരപ്പെടില്ല. മഅ ശിർക്കിൽ ഖൽബ്, നിന്റെ ഹൃദയത്തിൽ ശിർക്ക് വെച്ചുകൊണ്ട്, ബഹുദൈവ വിശ്വാസം വെച്ചുകൊണ്ട്, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്റെ നാവിലൂടെ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ നിനക്ക് യാതൊരു തരത്തിലുള്ള ഉപകാരവും അതുകൊണ്ട് ലഭ്യമല്ല. ഇതാരാ പറയുന്നത്? വല്ലേ നിലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതുത്തീരും ചെയ്യും ഞാൻ എന്നോവർ. ഇത് ശൈഖ് പറഞ്ഞതല്ല, ഇത് കോഴിക്കോട്ടുകാരൻ ഖാദി മുഹമ്മദ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി പിടിപ്പിച്ചതാണ് ശൈഖ് ജീലാനിയെ കുറിച്ച്. ശൈഖ് ജീലാനി പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലുണ്ട്. ഇത് സമൂഹത്തിൽ പഠിപ്പിക്കപ്പെടുന്നില്ല. സമൂഹത്തിൽ പഠിപ്പിക്കുന്നത് എന്താ? ഏകദേശം 100 കൊല്ലമോ 200 കൊല്ലമോ 400 കൊല്ലമോ ഉള്ളിലായി രചിക്കപ്പെട്ട ചില ഖാദി മുഹമ്മദിന്റെയും അതുപോലെ തന്നെ സദഖത്തുല്ലാഹിൽ ഖാഹിരിയുടെയും ഒക്കെ ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും പാട്ടുകളുമാണ് പഠിപ്പിക്കപ്പെടുന്നത്. ശൈഖ് ജീലാനി റഹിമഹുല്ലാ, നാം ആദരിക്കുന്ന ഈ ലോകത്ത് പ്രബോധനവുമായി ജീവിച്ച് മരണപ്പെട്ടു പോയ മഹാനായ പണ്ഡിതൻ, അദ്ദേഹം പഠിപ്പിച്ചത് ഇതാണ്. തീർന്നില്ല, അദ്ദേഹം പറഞ്ഞു, വക്കിലിൽ ഹവായിദ കുല്ലഹാ ഇലല്ലാഹി അസ്സ വജല്ല. മനുഷ്യരെ, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും വക്കിലിൽ ഹവായിദ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണേ. വതുലുബ്ഹാ മിൻ, അതൊക്കെ നിങ്ങൾ തേടേണ്ടത്, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് വതുലുബ്ഹാ മിൻ, അല്ലാഹുവിൽ നിന്നാണ് നിങ്ങൾ തേടേണ്ടത്. വലാ തസിഖ് ബിഅഹദിൻ സിവല്ലാഹി അസ്സ വജൽ, അല്ലാഹു അല്ലാത്ത ഒരാളെയും നിങ്ങൾ ഇക്കാര്യത്തിൽ വിശ്വസിക്കരുത്. വലാ തഅതമിദ് ഇല്ലാ അലൈഹി, അവനിലല്ലാതെ നിങ്ങൾ ഒരു അവലംബവും വെക്കരുത്. അത്തൗഹീദ് അത്തൗഹീദ് അത്തൗഹീദ്, ഈ തൗഹീദ് ഇത് തന്നെയാണ് എല്ലാം, ഇതാണ് തൗഹീദ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് രേഖപ്പെടുത്തുകയാണ്. എത്രയെത്ര ഗ്രന്ഥങ്ങളിലൂടെ, എത്രയെത്ര വാചകങ്ങളിലൂടെ, ഇബാറത്തുകളിലൂടെയാണ് അദ്ദേഹം ഇത് രേഖപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന്റെ ഫത്ഹുർ റബ്ബാനി എന്നുള്ള ഗ്രന്ഥത്തിൽ അദ്ദേഹം വീണ്ടും പറയുന്നത് കാണാം, യാ മൻ യസ്കൂ ഇലൽ ഖൽഖി മസാഇബഹു, മുസീബത്തുകൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ സൃഷ്ടികളോട് തേടുന്ന മനുഷ്യ, അള്ളാഹുവിന്റെ സൃഷ്ടികളോട് ചോദിച്ചിട്ട് നിനക്കെന്ത് ഉപകാരം ലഭിക്കാനാണ്? ലാ യൻഫഉക വലാ യദുറൂനക, ലാ യൻഫഊനക വലാ യദുറൂനക, ഒരു ഉപകാരവും അവരെടുത്തുന്നുണ്ടാകില്ല, ഒരു ഉപദ്രവവും അവര് തടയില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നീ ശിർക്ക് പ്രവർത്തിച്ചാൽ അവര് പോലും നിന്നെ അകറ്റും. അള്ളാഹുവിന്റെ കോപമാണ്, നീ ചെന്നുപെടുന്നത് അള്ളാഹുവിന്റെ കോപത്തിലേക്കാണ്, അള്ളാഹുവിൽ നിന്ന് നിങ്ങളെ അകറ്റിക്കളയും. എന്നിട്ട് ആ ഇബാറത്തെ, ആ ഉദ്ധരണി അദ്ദേഹം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അൻത യാ ജാഹിലു തദ്ഇൽ ഇൽമ വമിൻ ജുംലതി ജഹ്ലിക ശക്വാക ഇലൽ ഖൽഖ്. അദ്ദേഹം വിളിക്കുന്നത് അൻത യാ ജാഹിൽ, ഓ വിവരമില്ലാത്തവനെ, ഓ വിവരമില്ലാത്തവനെ, തദ്ഇൽ ഇൽമ, വിവരമില്ലാതെ നീ നിനക്ക് വിവരമുണ്ടെന്ന് വാദിക്കുകയാണോ? വമിൻ ജുംലതി ജഹ്ലിക, എന്നതിന്റെ വിഡ്ഢിത്വത്തിന്റെ, അവിവേകത്തിന്റെ, വിവരമില്ലായ്മയുടെ ഏറ്റവും വലിയ ഉദാഹരണം ശക്വാക ഇലൽ ഖൽഖി, അല്ലാഹുവിന്റെ സൃഷ്ടികളോട് ആവലാതി പറയലാണ്. അത് തന്നെ, അതിലും വലിയൊരു വിവരക്കേട് വേറല്ല. നിന്റെ സൃഷ്ടാവായ റബ്ബിലേക്ക് തേടുന്നതിന് പകരം, റബ്ബിനോട് ചോദിക്കേണ്ടതിന് പകരം, റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം റബ്ബിന്റെ മഖ്ലൂക്കുകളോട് ചോദിക്കൽ തന്നെയാണ് ഏറ്റവും വലിയ വിവരക്കേടെന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നു. എത്രയെത്ര വരികളിലൂടെയാണ് സഹോദരങ്ങളെ അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം വീണ്ടും പറയുന്നു, അദ്ദേഹം പറയാണ്, ഇൻകാന വലാ ബുദ്ദലക മിന ത്വലബി ഫത്ലുബ് മിൻഹു ലാ മിൻ ഖൽഖിഹി.
നിനക്ക് വല്ല ആവശ്യങ്ങളും ഉണ്ടായാൽ, നിനക്ക് പ്രാർത്ഥിക്കണമെന്ന് തോന്നിയാൽ, നിന്റെ ആവശ്യങ്ങൾ ചോദിക്കണമെന്ന് തോന്നിയാൽ ഫത്ലുബ് മിൻഹു, നീ റബ്ബിൽ നിന്ന് ചോദിക്കണം. ലാ മിൻ ഖൽഖിഹി, അവന്റെ ഖൽഖിൽ നിന്നല്ല, അവന്റെ സൃഷ്ടികളോടല്ല. ഫഇന്ന അബ്ഗദൽ ഖൽഖി ഇലല്ലാഹി അസ്സ വജല്ല മൻ യത്ലുബു ദുനിയാ മിൻ ഖൽഖിഹി, അല്ലാഹുവിന് ഏറ്റവും കോപമുള്ള ആളുകൾ ആരാണെന്നറിയുമോ? അവന്റെ ആവശ്യങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കുന്നവരാണ്, അവന്റെ സൃഷ്ടികളോട് ചോദിക്കുന്നവരോടാണ് അല്ലാഹുവിന് ഏറ്റവും വലിയ കോപമുള്ളത്. അതുകൊണ്ട് ഇസ്തഗ്സ് ബിഹി ഇലൈഹി, നിന്റെ ആവശ്യങ്ങൾ നീ ഇസ്തിഗാസ നടത്തണം, നീ സഹായം ചോദിക്കണം. ഇലൈഹി, ആരോട് ചോദിക്കണം? അല്ലാഹുവിനോട് ചോദിക്കണം. ഇതൊക്കെ ആരാ പറയുന്നത്? മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയാൻ, ഫഹുവൽ ഗനിയ്യു, കാരണം അല്ലാഹു ഗനിയാണ്. നീ ചോദിച്ചത് തരാൻ അല്ലാഹുവിന്റെ ഖജനാവിലുണ്ട്. വൽ ഖൽഖു കുല്ലുഹും ഫുഖറാ, നീ ചോദിക്കുന്ന മനുഷ്യർ അവധി ജീവിച്ചിരിക്കുന്നവരായാലും അവർ മരണപ്പെട്ടു പോയാലും അവർ മഹാന്മാരായാലും അവർ പണ്ഡിതന്മാരായാലും അവരാരാണെന്ന് നീ വാദിച്ചാലും വൽ ഖൽഖു കുല്ലുഹും ഫുഖറാ, അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം നീ ചോദിക്കുന്ന മുഴുവൻ മഖ്ലൂഖുകളും ഫുഖറാക്കളാണ്, ദരിദ്രരാണ്. അവരുടെ അധീനതയിൽ നിനക്ക് തരാനൊന്നുമില്ല. റബ്ബിന്റെ അധീനതയിലാണല്ലോ ആണെങ്കിലോ നീ ചോദിക്കുന്നത് എന്തും തരാനുണ്ട്. അതുകൊണ്ട് വസ്തഗിസ് ബിഹി ഇലൈഹി, നീ ചോദിക്കേണ്ടത് ആരോടാണ്? അല്ലാഹുവിനോടാണ് നീ ചോദിക്കേണ്ടത്. വീണ്ടും അദ്ദേഹം പറയുന്നു, ഖദ് ഹത്താല അലൈക ശൈത്താൻ, മനുഷ്യ നിന്നെ പിശാചു വല്ലാതെ വഞ്ചിച്ചു കളഞ്ഞിട്ടുണ്ടല്ലോ. വസയ്യന ലകൽ കദിബ വൽ അഅമാലൽ ഖബീഹ, മോശമായ പ്രവർത്തനങ്ങളും കള്ളങ്ങളും ഒക്കെ വസയ്യന ലക, അവൻ നിനക്ക് അലങ്കാരമായി തോന്നിപ്പിക്കുകയാണല്ലോ. തക്ദിബു ഹത്താ ഫീ സലാത്തിക, മനുഷ്യ നീ നിന്റെ നമസ്കാരത്തിൽ വരെ കള്ളം പറയുന്നുണ്ടല്ലോ. ശൈഖ് ജീലാനി പറയാൻ, നീ നിന്റെ നമസ്കാരത്തിൽ വരെ കള്ളമാണല്ലോ പറയുന്നത്. അന്നക തഖൂലു അല്ലാഹു അക്ബർ വ തക്ദിബ്, കാരണം നീ പറയുന്നത് എന്താ? ആവർത്തിച്ചാവർത്തിച്ച് നീ പറയുന്നത് അല്ലാഹു അക്ബർ, എനിക്കെന്റെ റബ്ബാണ് ഏറ്റവും വലുതെന്നാണ് നീ പറയുന്നത്. എന്നിട്ട് ശൈഖ് പറയുന്നു, വ തക്ദിബ്, നീ കള്ളമല്ലേ പറഞ്ഞത്. ലിഅന്ന ഫീ ഖൽബിക ഇലാഹൻ ഗൈറുഹു, കാരണം നിന്റെ ഹൃദയത്തിൽ അല്ലാഹുവല്ലാത്ത മറ്റു ദൈവങ്ങളെ നീ കുടിയിരുത്തിയിട്ട് നീ നിന്റെ നാവ് കൊണ്ട് നിന്റെ നമസ്കാര വേളയിൽ പറയുന്നത് എന്താ? അല്ലാഹു അക്ബർ, എനിക്കെന്റെ റബ്ബാണ് വലുതെന്നാണ് നീ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, കുല്ലുമാ തഅ്തമിദു അലൈഹി ഫഹുവ ഇലാഹുക, നീ ആരെയാണോ അവലംബിക്കുന്നത് അവനാണ് നിന്റെ ഇലാഹ്. വകുല്ലു ശൈഇൻ തഖാഫു മിൻഹു വതർജൂഹു ഫഹുവ ഇലാഹുക, നീ ആരെയാണോ ഭയപ്പെടുന്നത്, നിന്റെ കാര്യങ്ങൾ ആരിൽ നിന്ന് ലഭിക്കുമെന്നാണോ നീ പ്രതീക്ഷിക്കുന്നത്, ഫഹുവ ഇലാഹുക, അതാണ് നിന്റെ ഇലാഹ്. ഖൽബുക ലാ യുബാഫിഖു ലിസാനക, ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ, ശൈഖ് ജീലാനി പറയുന്നത് ഖൽബുക ലാ യുബാഫിഖു ലിസാനക, നിന്റെ ഹൃദയവും നാവും യോജിച്ചു വരുന്നില്ലല്ലോ സഹോദര. നിന്റെ നാവിലൂടെ നീ പറയുന്നതല്ലല്ലോ നിന്റെ ഹൃദയത്തിലുള്ളത്. വഫിഅലുക ലാ യുബാഫിഖു ഖൗലക, നിന്റെ പ്രവർത്തനവും നിന്റെ സംസാരവും യോജിച്ചു വരുന്നില്ലല്ലോ. നിന്റെ സംസാരം അല്ലാഹുവാണ് എനിക്ക് ഏറ്റവും വലുതെന്നാണ് എങ്കിൽ നീ അല്ലാഹുവിനോടല്ലേ നീ പ്രാർത്ഥിക്കേണ്ടത്, അല്ലാഹുവിനോടല്ലേ നീ തേടേണ്ടത്. പക്ഷേ നിന്റെ പ്രവർത്തനങ്ങൾ എന്താണ്? അല്ലാഹു അല്ലാത്തവരോടാണ് നീ തേടുന്നത്, അല്ലാഹു അല്ലാത്തവരോടാണ് നീ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഖുൽ അല്ലാഹു അക്ബർ അൽഫ മറ ബിഖൽബിക, അല്ലാഹു അക്ബർ എന്ന് നിന്റെ ഹൃദയം കൊണ്ട് നീ 1000 തവണ പറ. വമറത്തൻ വാഹിദത്തൻ ബിലിസാനിക, നാവ് കൊണ്ട് ഒറ്റ തവണ പറഞ്ഞു. നാവ് കൊണ്ട് പറയുന്നതിന് ഒരു കുഴപ്പമില്ല. നാവ് കൊണ്ട് ഒരുപാട് അല്ലാഹു അക്ബർ ഉണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്. പക്ഷേ ഖൽബിൽ അല്ലാഹു ഇല്ല. ഖൽബിൽ മറ്റു പല മഹാന്മാരുമാണ്, മറ്റു പല ഔലിയാക്കളുമാണ്. പക്ഷേ ശൈഖ് ജീലാനി പറയുന്നത് നിന്റെ ഹൃദയം കൊണ്ടാണ് മോനെ 1000 തവണ അല്ലാഹു അക്ബർ എന്ന് പറയേണ്ടത്. നാവ് കൊണ്ട് ഒരൊറ്റ തവണ നന്നായി പറഞ്ഞാൽ മതി. ഹൃദയത്തിലാണ് ഉണ്ടാവേണ്ടത്. അള്ളാഹുവിന്റെ സ്ഥാനം ഹൃദയത്തിലാണ്. എന്നിട്ട് അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നിനക്ക് ലജ്ജ തോന്നുന്നില്ല മനുഷ്യ?
നിനക്ക് നാണമാവുന്നില്ല മനുഷ്യ അൻ തഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ വാദോരാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ടല്ലോ, ഇതിന് നിനക്ക് നാണമാവുന്നില്ല മനുഷ്യ. വലക അൽഫു മഅബൂദിൻ ഗൈറു, ആയിരക്കണക്കിന് മഅബൂദുകൾ ആരാധ്യന്മാർ നിന്റെ ഹൃദയത്തിലില്ലേ? ഇത് ഹൃദയത്തിൽ വെച്ചിട്ട് നിനക്ക് എങ്ങനെയാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നാണമാവുന്നില്ലേ? ആ ശൈഖ് ജീലാനിയെ തന്നെയാ ഇന്ന് മനുഷ്യന്മാര് ആയിരം തവണ ശൈഖ് ജീലാനിയെ വിളിക്കുന്നത് അല്ലേ? 1000 തവണ ഇത് പറഞ്ഞ ശൈഖിനെയാ വിളിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഖൽബേ ജഅൽ ഖൽബക മസ്ജിദ, നിങ്ങളുടെ ഖൽബ് നിങ്ങൾ ഒരു പള്ളിയാക്കണം. ഖൽബ് ഒരു പള്ളിയാക്കണം. എന്താണ് ഖൽബ് പള്ളിയാക്കണം എന്ന് പറയാൻ കാരണം, ഖൽബ് പള്ളിയാക്കിയാൽ ലാ തുദഉ മഅല്ലാഹി അഹദാ, അവിടെ അല്ലാഹു അല്ലാത്ത ഒരാളോട് പിന്നെ ദുആ നടക്കുകയില്ലല്ലോ. കാരണം കമാ ഖാല അല്ലാഹു അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ജിന്നിലൂടെ പറഞ്ഞതുപോലെ വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്. അതുകൊണ്ട് ആ പള്ളിയിൽ വെച്ച് അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യരുത് എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ മനുഷ്യരെ ഇജ്അൽ ഖൽബക മസ്ജിദ, പള്ളിയാക്കണം. ആ പള്ളിയിൽ നിന്ന്, ഹൃദയമാകുന്ന മസ്ജിദിൽ നിന്ന് അല്ലാഹു അല്ലാത്ത ഒരു മഖ്ലൂഖിനോടും ഒരു തേട്ടവും ഉണ്ടാവരുത് എന്ന് ശൈഖ് ജീലാനി. ഈ ശൈഖ് ജീലാനിയെ നമ്മൾ ആദരിക്കണം, നമ്മൾ ബഹുമാനിക്കുന്നു. അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ആശയങ്ങൾ ഖുർആനും ഹദീസും അനുസരിച്ച് അദ്ദേഹം പ്രബോധനം ചെയ്ത ആശയങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നു. പക്ഷേ നമ്മൾ അംഗീകരിക്കാത്തത് ഏതാണ്? അത് ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട്ടുകാരൻ എഴുതിയുണ്ടാക്കിയ മാലപ്പാട്ടിൽ 1000 വട്ടണം അദ്ദേഹത്തോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രബോധനത്തിനും വിശ്വാസത്തിനും ജീവിതത്തിനും എതിരാണത്. അതെതിരാണ്. അത് അല്ലാഹുവിന്റെ കലാമിനെതിരാണ്. അത് പ്രവാചകന്മാരുടെ പ്രബോധനത്തിന് എതിരാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ മനസ്സിലാക്കുകയും അദ്ദേഹത്തെ കൃത്യമായി കൊണ്ട് ഉൾക്കൊള്ളുകയും ജീവിക്കുക, അതനുസരിച്ച് കൊണ്ട് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെയും ബാധ്യത. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. സഹോദരങ്ങളെ, സൂചിപ്പിച്ചതുപോലെ ഈ ഖുതുബിയത്തിലും മാലപ്പാട്ടുകളിലുമൊക്കെ ശൈഖ് ജീലാനിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു, ഓർക്കുന്നു, പ്രശംസിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തോട് സഹായം തേടുന്ന, ഇസ്തിഗാസ നടത്തുന്ന, ഖുർആനിനും ഹദീസിനും അദ്ദേഹത്തിന്റെ ജീവിതത്തിന് വരെ വിരുദ്ധമായ ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ എഴുതപ്പെട്ട കവിതകൾ, കോഴിക്കോട്ടുകാരൻ എഴുതിയ സദഖത്തുല്ലാഹിൽ ഖാഹിലി എന്ന് പറഞ്ഞ അദ്ദേഹം എഴുതിയ ആ മാലപ്പാട്ട്, അത് ചൊല്ലിയാലുള്ള പ്രതിഫലമൊക്കെ കേട്ടാൽ ഒരു പക്ഷേ നമുക്ക് അത്ഭുതം തോന്നും. ആ വരിയിൽ, ആ ബൈത്തിൽ, പാട്ടിൽ നമുക്ക് കാണാം, മൊഴിയൊന്നും പിഴയാതെ കളയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ നാഥൻ കൊടുക്കുമേ. ഇത് തെറ്റൊന്നുമില്ലാതെ ഈ മാല ചൊല്ലിയാലേ സ്വർഗത്തിൽ മണിമാടം കിട്ടുന്നതാണ്. ഏതാണ് നേരത്തെ പറഞ്ഞ്, വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക്, എന്നെ ഏത് സ്ഥലത്തുനിന്ന് ആര് വിളിച്ചാലും ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ? അത്തരം കാര്യങ്ങൾ ചൊല്ലിപ്പാടിയ, തെറ്റുകൂടാതെ ചൊല്ലിയാൽ അവർക്ക് പടച്ച റബ്ബ് സ്വർഗത്തിൽ ഒരു മണിമാടം, ഒരു മണിമാളിക കൊടുക്കുമെന്നാണ്. ഇതൊക്കെയാണ് അതിലൂടെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഖുതുബിയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന എന്താ അറിയോ? യാ സയ്യിദി സനദി വൈതി വയാ മദദി കുല്ലി വഹീറൻ അലൽ അഅദാഇ വൽ മദദി. യാ സയ്യിദി സനദി എന്നൊക്കെ വിളിക്കുന്നത് ആരെയാണ്? എന്റെ സഹായമേ, എന്റെ അവലംബമേ എന്നൊക്കെ വിളിക്കുന്നത് മൊഹീദ്ദീൻ ശൈഖിനെയാണ്. എന്നിട്ട് എന്റെ ശത്രുക്കൾക്കെതിരെ അങ്ങനെ സഹായിക്കണമേ എന്ന് പറയാം. എന്നെ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? ഇതുവരെ അല്ലാഹുവില്ലാത്ത ഒരാളോട് നിങ്ങൾ അവലംബിക്കരുത്, അവരെ നിങ്ങൾ വിശ്വസിക്കരുത്, അവരിലേക്ക് നിങ്ങൾ പോകരുത്, സർവ്വതും റബ്ബിലേക്ക് ഏൽപ്പിക്കണേ എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന
ഫുതൂഹുൽ ഗൈബിലൂടെ ഫത്ഹുർ റബ്ബാനിയിലൂടെയൊക്കെ നമുക്ക് പഠിപ്പിച്ചെന്ന ശൈഖ് ജീലാനിയെ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥ. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദു, എന്റെ റബ്ബും നിങ്ങളുടെ റബ്ബും അല്ലാഹയാണ്, ഫഅബ്ദു, അവനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന് പറഞ്ഞ് കാലഘട്ടങ്ങൾക്ക് ശേഷം കർത്താവേ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചത് ആരോട് തന്നെയാണ്? ഈസ അലൈഹി സ്വലാത്തു വസ്സലാം. ഈ അപജയം മുസ്ലിം സമുദായത്തിലേക്ക് കടന്നു വരുമ്പോ തിരിച്ചറിയണം. ഞാൻ ആമുഖമായി ഓതിവച്ച വിശുദ്ധ ഖുർആനിലെ വചനം സൂറത്തുൽ അഹ്കാഫിലെ 5-6 വചനങ്ങളാണ്. അല്ലാഹു ചോദിക്കുന്നത് വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ ചോദിച്ചാൽ ഉത്തരം തരാത്ത ആളുകൾ, അവരോട് ചോദിക്കുന്നവരെക്കാൾ വഴിപിഴച്ച ജനത ആരുണ്ട് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ആ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകരുത്. അവർ നിങ്ങളുടെ വിഷയത്തിൽ അവർ അശ്രദ്ധരാണ്, അവർ കാണുന്നില്ല. അവസാനം അല്ലാഹ് പറഞ്ഞു പരലോകത്ത് പരലോകത്ത് നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയാൽ അവർ നിങ്ങളുടെ ശത്രുക്കളായി മാറി. ഈസാ നബി ശത്രുവാവൂലേ? ഈസാ നബിയോട് ചോദിക്കൂലേ അല്ലാഹ്, നീയും നിന്റെ ഉമ്മയും പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട് ദുആ ചെയ്യാൻ? അദ്ദേഹം പറഞ്ഞു, പടച്ചവനെ ഞാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹം അവർക്ക് ശത്രുമായി മാറുന്നത് പോലെ ശൈഖ് ജീലാനി അല്ല, ഏതൊക്കെ ആളുകളെ നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ അല്ലാഹ് പറഞ്ഞു കാനൂ ലഹും അഅദാഅ, അവർ നമ്മുടെ അഅദാഅകൾ ശത്രുക്കളായി മാറും. വകാനൂ ബിഇബാദത്തിഹിം കാഫിരീൻ, അവരോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക്, ഇബാദത്തുകൾക്ക്, നേർച്ചകൾക്ക്, വഴിപാടുകൾ അതൊക്കെ കാഫിരീൻ, അവർ നിഷേധിച്ചു കളയും എന്ന് അല്ലാഹ് നമുക്ക് സൂറത്തുൽ അഹ്കാഫിലൂടെ പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് ആ വിഷയം ഓർക്കുകയും ഇത്തരം പ്രവണതകളിൽ നിന്ന് ഒരു സംഘടനയുടെ വിഷയമല്ല, ഇത് ഏതെങ്കിലും തരത്തിലുള്ള പക്ഷപാതിത്വങ്ങളുടെ വിഷയമല്ല, ഇത് ദീനാണ്, ഇത് നമ്മുടെ പരലോകമാണ്, ഇത് നമ്മുടെ സ്വർഗവും നരകവും വേർതിരിക്കുന്നതാണെന്ന ബോധ്യത്തോടുകൂടെ ഇത്തരം വിഷയങ്ങളിൽ നിന്ന് വിട്ടുനിന്നിട്ടില്ല എങ്കിൽ നാം ഒറ്റക്കായിത്തീരുന്ന നമ്മുടെ ബർസഖി ലോകം മുതൽ നമ്മുടെ പരലോകത്ത് നമ്മൾ ഒറ്റക്കായിത്തീരുന്ന ഒരവസ്ഥയുണ്ട്. അവിടെ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. അതിനു വേണ്ടിയിട്ട് ഇത്തരം വിഷയങ്ങളൊക്കെ കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് പ്രമാണബദ്ധമെന്ന് തോന്നുന്ന വിഷയത്തിലേക്ക് ചായഞ്ഞ് അതിന്റെ കൂടെ ജീവിക്കാനാണ് നമ്മൾ തയ്യാറാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.